പോലെ തന്നെ ജിന്നെ സഹായിക്കണേ, വൈദ്യശേഖരെ രക്ഷിക്കണേ എന്ന് പറയുന്നത് പോലെ ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്, യാതൊരു സംശയവുമില്ല. ഭൗതികം ചോദിക്കാൻ പാടില്ല, അഭൗതികം ചോദിക്കാൻ പാടില്ല, ഹാദിറുള്ള ജിന്നോട് ചോദിക്കാൻ പാടില്ല, ഗായിബുള്ള ജിന്നോട് ചോദിക്കാൻ പാടില്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചു. പക്ഷേ അങ്ങനെ ഹാദിറായ ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് അവരോട് ചോദിക്കാമെന്ന അഭിപ്രായമുള്ള ചില ആളുകളുണ്ട്. അങ്ങനെ തെളിവ് പറയുന്നത് വതആവനു അലൽ ബിർരി വത്തഖ്വ എന്ന ആയത്താണ്. ഇവരതിനെടുത്തത് കണ്ടോ, ജിന്നിനോട് തേടാ പായത്തുണ്ട്, തേടാന്നല്ല പറഞ്ഞത്. അങ്ങനെ ചില ആളുകൾ സഹായം ചോദിക്കാം, അത് മുബാഹായ കാര്യങ്ങളിൽ, അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ, അത് തന്നെയും അവരുമായി ബന്ധപ്പെടുന്നത് ഹലാലായ മാർഗത്തിലൂടെയാണെങ്കിൽ എന്ന ഷർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ പറഞ്ഞെന്താ അറിയോ, പ്രസംഗം മാത്രല്ല, ഇപ്പൊ ഇന്റർനെറ്റിൽ ഇതാ സാലിമിന്റെ ലേഖനവുമുണ്ട്. എന്നിട്ട് അതിനൊരു വാചകം മാത്രം വായിക്കും. എന്താ വാചകം എന്നറിയോ? 2 നിബന്ധനയോടുകൂടി ജിന്നുകളോട് സഹായം ചോദിക്കാമെന്ന് പറയുന്നുണ്ട്. അവ 1 ഹറാമായ കാര്യത്തിനോ 2 ഹറാമായ മാർഗത്തിലൂടെയോ ആവരുത് എന്നുള്ളതാണ്. ഇത് ജിന്നുകളോട് ഭൗതിക കാര്യങ്ങളിൽ സഹായം ചോദിക്കുന്നതിന് തെറ്റില്ല മുസ്ലിം ജിന്നുകളോട് എന്ന് അഭിപ്രായപ്പെട്ട ചില പണ്ഡിതന്മാർ അഭിപ്രായം പറയാ. എന്നിട്ടോ അവിടെ നിർത്തിയില്ല. എന്നാൽ അധികം ആളുകളും തുടക്കത്തിൽ ഈ മാനദണ്ഡങ്ങൾ പാലിക്കുകയും പിന്നീട് അവർ ജിന്നുകളുടെ വാക്കുകൾക്ക് അടിമപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അങ്ങനെ ഷെയ്ഖ് സാലി ആലു ഷെയ്ഖ് ഹഫിളഹുല്ലാഹ് ഈ ലേഖനത്തിൽ പറഞ്ഞ പോലെ അവർ ശിർക്കിൽ കൂപ്പുകുത്തും. അതുകൊണ്ട് ആ വാതിൽ തീർച്ചയായും അടയ്ക്കേണ്ടതാണ്. ഈ പണ്ഡിതന്മാരുടെ ഇങ്ങനെയുള്ള പരാമർശം കാരണം അവർ ശിർക്കിന്റെ പ്രചാരകരാണെന്നോ മുശ്രിക്കായെന്നോ അഹ്ലുസുന്നയുടെ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല എന്ന വസ്തുത ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. ഈ ലേഖനത്തെ തന്നെ സ്ഥാപിക്കുന്ന എന്താ, ജിന്നുകളോട് സഹായം ചോദിക്കൽ നിഷിദ്ധം. ഇത് വായിച്ചിട്ട് അൻസുമൊലി പറയാണ്, കണ്ടോ ജനാബത്തുലിക്ക് എത്ര ഷർത്താ? 2 ഷർത്ത്. ജിന്നുകളോട് സഹായം ചോദിക്കാൻ എത്ര ഷർത്താ? 2 ഷർത്ത്. കണ്ടോ എവിടേക്കാ അവർ കൊണ്ടുപോണത് എന്ന് പറഞ്ഞിട്ട് സ്ഥാപിക്കുക. എന്തൊരു തട്ടിപ്പാന്നാലോചിച്ചു. തൊട്ട് ശാസ്ത്ര വാചകത്തിൽ അത് പാടില്ല, നിഷിദ്ധമാണ് എന്നാണ് പറയുന്നത്. ആ വാതിൽ അടക്കണം എന്നാ പറയുന്നത്. എന്നിട്ട് അത് അനുവദനീയമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മുഖ്ബിലുൽ വാദഇ എന്ന് പറയുന്ന പണ്ഡിതൻ, മദീന യൂണിവേഴ്സിറ്റി അധ്യാപകനായിരുന്ന യമനിലെ മുഹദ്ദിസായിരുന്ന മുഖ്ബിലുൽ വാദഇയുടെ ഒരു വാചകം അത് ഉദ്ധരിച്ചുകൊണ്ട് വതആവനൽ ബിർരി വത്തഖ്വ എന്ന ആയത്ത് അദ്ദേഹത്തിന്റേതായിട്ടാണ് ഉദ്ധരിച്ചത്. അത് തെളിവല്ല, നമുക്ക് തെളിവാക്കാൻ പറ്റുകയില്ല എന്നാണ് സാലിം അതിൽ പറയുന്നത്. പക്ഷെ അതുപോലും തെറ്റിദ്ധരിപ്പിക്കാണ്. ഇങ്ങനെയുള്ള തെറ്റിദ്ധരിപ്പിക്കലുകളാണ് വാസ്തവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ വിശദീകരണ യോഗങ്ങള് ഇവിടെ ഒരാൾ എഴുതി ചോദിച്ചിട്ടുണ്ട്, നിങ്ങളിപ്പോ ഇനി മണ്ഡലത്തിലേക്ക് ഇറങ്ങും, യൂണിറ്റിലേക്ക് ഇറങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ഖുറാഫികളും ജമാഅത്തുകാരും നാട്ടിൽ പ്രചരിപ്പിക്കുന്ന ശിർക്ക് ഖുറാഫാത്തുകളെ ബോധവൽക്കരിക്കാൻ അതിനുള്ള ദഅവത്ത്, അതിനെപ്പറ്റി നിങ്ങളെ പ്ലാൻ എന്താണ്? അത് നടക്കും ഇൻഷാ അല്ലാഹ്. ഇതൊരു റൗണ്ട്, ഒരു കൊല്ലം ഇവര് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചാല് ആ തെറ്റിദ്ധാരണ തീരുന്നിടത്ത് നമ്മൾ അത് നിർത്തുകയും നമ്മൾ നമ്മുടെ തൗഹീദി ദഅവത്തുമായിട്ട് ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോവുകയും ചെയ്യും. അല്ലാതെ മടവൂരികളുമായി കാലാകാലം വരെ പിന്നാലെ കൂടാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് ഇൻഷാ അല്ലാഹ് ഇതിനൊക്കെ പരിഹാരം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആളുകൾക്ക് തെറ്റിദ്ധാരണകൾ തിരുത്തി കൊടുക്കുകയാണ്. പരമാവധി കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് അവർ ചെയ്യുന്നത്. കൺഫ്യൂഷൻ ഇല്ലാതാക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരാൾ ചോദിച്ചിരിക്കുന്നു, അനസ് മൗലവി കഴിഞ്ഞൊരു വിശദീകരണത്തിൽ ഇബ്നു ബാസിന്റെ ഫത്വ മുഴുവൻ വായിച്ചിട്ടില്ല എന്ന ആരോപണം. ബാക്കി ഭാഗത്ത് എന്ത് എന്ന് താങ്കൾ വായിച്ച് വിശദീകരിച്ചാലും അത് ഏത് ഫത്വയെ സംബന്ധിച്ചാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഫത്വ ഏതായാലും KJU ഉദ്ധരിച്ച ഫത്വ ലജ്ന ദായിമയുടെ ഫത്വയാണ്. അതൊരിക്കലും ഇപ്പോൾ KJU പറയുന്ന വിഷയത്തിന് തെളിവല്ല. അത് പല സ്ഥലത്തും ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, മഞ്ചേരിയിൽ വിശദീകരിച്ചു, തൃശൂർ കൊപ്രക്കളത്ത് വിശദീകരിച്ചു, കൊല്ലത്ത് വിശദീകരിച്ചു, എറണാകുളത്ത് വിശദീകരിച്ചു. ഇവിടെയൊക്കെ പുതിയ പുതിയ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും ഒരു വിഷയമാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. വ്യത്യസ്ത വിഷയങ്ങൾ ഇതിനോട് ചേർത്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 2-3-4 ക്ലിപ്പ് എല്ലായിടത്തും ഉണ്ടാവും. അബ്ദുറഹ്മാൻ സലഫിന്റെ ആ ക്ലിപ്പും അതുപോലെ മണ്ണാർക്കാട് ഇങ്ങനെ 2-3-4 ക്ലിപ്പ് എല്ലായിടത്തും ഉണ്ടാവുന്നു മാത്രം. ബാക്കിയുള്ള വിഷയങ്ങളിൽ വൈവിധ്യമുണ്ട്. കാസറ്റുകൾ നിങ്ങൾ വാങ്ങുകയും നിങ്ങൾ ശാന്തമായിരുന്നു കേൾക്കുകയും പഠിക്കുകയും മറ്റുള്ള സഹോദരങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം. സുഹൃത്തുക്കളെ, ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും ഒരു സഹായം ചോദിക്കാൻ പാടില്ല. ഭൗതികം ചോദിക്കാൻ പാടില്ല, അഭൗതികം ചോദിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള മുയ്യദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീകളെ കാക്കണേ എന്നതുപോലെ ആരെങ്കിലും ജിന്നെ രക്ഷിക്കണേ, മലക്കെ കാക്കണേ എന്ന് പറഞ്ഞാൽ ശുദ്ധ ശിർക്കാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുറ്റമാണ്, അത് കുഫറാണ്, യാതൊരു സംശയവുമില്ല. ഒരു സഹായവും നമുക്ക് ചോദിക്കാൻ പാടില്ല. വിജനപ്രദേശത്തും ജനപ്രദേശത്തും അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്, അവനോട് മാത്രമാണ് സഹായം തേടേണ്ടത്. എന്നാ സുഹൃത്തുക്കളെ, റമളാനിലെ ക്ലാസ്സിൽ പോലും നമ്മളെ KV അബ്ദുൽ ലത്തീഫ് വഴി തെറ്റിദ്ധരിപ്പിക്കുന്നത് കേട്ടോളൂ.
നമ്മൾ വിജനപ്രദേശത്ത് അല്ലല്ലാത്തോട് ദുആ ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് കേൾപ്പിച്ചോട് കൂട്ടി. ലോകത്ത് ഇനി ആരോടും ആർക്കാൻ പാടില്ല, സഹായം തരാൻ പാടില്ല കേട്ടോ. ആരെങ്കിലും അഗീസൂനി അല്ലെങ്കിലോ അഈനൂനി എന്നൊക്കെ പറഞ്ഞു വന്നാൽ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈനിന്റെ തഫ്സീറിലോ റസൂലുള്ളാഹിന്റെ തഫ്സീറിലോ വിശദീകരണത്തിലോ ഇവരോട് ജിന്നുകളോടോ ശൈത്താനോടോ പ്രാർത്ഥിക്കാമെന്ന് പറയാൻ നാളിതുവരെ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. പറഞ്ഞ ആളുകളൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ഇബ്ലീസിനെയും ശൈത്താന്റെയും ശത്രുവായി കാണാത്തവരാണ്. അള്ളാനെ മാത്രം ആരാധിക്കാൻ അള്ളാഹ്ക്ക് എന്താ മരുഭൂമിയിൽ സഹായിക്കാൻ കഴിയില്ലേ? അള്ളാഹ് കഴിഞ്ഞിപ്പോയോ? എന്താ അവർ വിചാരിച്ചതിനെ പറ്റി? അള്ളാഹ് കഴിഞ്ഞോ? ക്ഷീണിച്ചോ? മരുഭൂമിയിലെത്തിയ ജിന്നിനോട് കേൾക്കാൻ ഇന്നുവരെ നാളിതുവരെ നെഞ്ചിൽ കൈവച്ച് പറയണം, അള്ളാന്റെ ശത്രുവാണവൻ, ദീനിന്റെ ശത്രുവാണവൻ. അവൻ തീരെ അള്ളാഹുമായി അടുത്തില്ല ഇത്രയും കാലമായിട്ട് കേട്ടോ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് വേണ്ടി പടപൊരുതിയ ലൈഫായ ഹദീസാണ് അമൽ ചെയ്യാം. ആരെ പഠിപ്പിച്ചത്? ഏത് ശറയിലുള്ളത്? എവിടുന്നോ വന്നിട്ട് കുട്ടികൾ പറയാ എന്തിനും ആളെ കിട്ടും. അതപ്പോഴത്തെ കാലമാണ്. അപ്പൊ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിട്ട് എന്താറിയോ, നമ്മളിപ്പോ വിജനപ്രദേശത്തും മരുഭൂമിയിലും ഒറ്റപ്പെട്ട സ്ഥലത്തൊക്കെ അള്ളാനെ വിളിക്കണ്ട, ജിന്നെ കാക്കണെന്നാ പറയുന്നത് എന്ന് സാധാരണക്കാരുടെ മുമ്പിൽ പച്ച നുണ പറഞ്ഞിട്ട് മൗലവിമാര് ആളുകളെ കൂടെ നിർത്താൻ നോക്കുകയാണ്. പരിശുദ്ധ റമദാനിൽ പോലും പച്ചക്കളവ് പറഞ്ഞിട്ട് ഇയാളാണ് ഇത്രേ ഖുർആൻ പഠിപ്പിക്കുന്ന ഡയറക്ടർ. എന്തിനാണ് ഇവരൊക്കെ ഖുർആൻ പഠിപ്പിക്കണത്? പച്ചക്കളവല്ലേ പറഞ്ഞത്? അല്ല കൊയങ്ങിയോ? നമുക്ക് പോരെ, അല്ല പോരെ. എന്തിനാ ജനപ്രദേശം അല്ല പോരെ? അപ്പൊ നമ്മൾ ആരൊക്കെ അല്ലല്ലാത്തോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ടെന്ന ശുദ്ധ അസംബന്ധം കളവ് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഇപ്പൊ പ്രചരിപ്പിക്കുന്നത്. പിന്നെ എന്നെ കുറിച്ചുള്ള വലിയൊരു ആക്ഷേപം, ഹിഫ്ദുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരാളടുത്തേക്ക് ഞാൻ ഒരാളെ ചികിത്സക്ക് അയച്ചു എന്നാണ്. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവമാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും റുഖിയ ശർഇയ്യ ചർച്ചയാവുകയൊക്കെ ചെയ്യുന്നതിന് മുമ്പുണ്ടായ സംഗതിയാണിത്. അല്ലാതെ ഞാൻ അദ്ദേഹത്തിന്റെ റിക്രൂട്ടിംഗ് ഏജൻസിയോ ഒന്നുമല്ല. അദ്ദേഹം ഒരു KNMന്റെ പ്രവർത്തകനായിരുന്നു, KNMന് വേണ്ടി വാദിച്ചിരുന്ന ആളായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ചികിത്സ ചെയ്യുന്നുണ്ട്. എനിക്കും അതിനെപ്പറ്റി വിശദമായിട്ടെന്ന് അറിയുന്ന കാലല്ല, KNMും അത് ചർച്ച ചെയ്ത വിഷയമല്ല. അന്നത്തെ കാലം അതെടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുക. അപ്പോ വേറൊന്നും കിട്ടാത്തതുകൊണ്ട് ഇപ്പൊ അനസ് മൗലവി സുബൈർ ഡോക്ടറെ കൊണ്ട് ചികിത്സക്ക് പോയിട്ടുണ്ട്. ഇന്നലെ ഞാൻ എറണാകുളത്തെ ക്ലിപ്പിട്ടു. ഒരു പ്രവർത്തകൻ വിളിച്ചു, അനസ് മൗലവി ഇങ്ങനെ സക്കരിയ സലാഹിയെ പറ്റി വല്ലാതെ പറയുന്നുണ്ടല്ലോ, അനസ് മൗലവി എന്നെ കൂട്ടിക്കൊണ്ടുപോയതല്ലേ? സക്കരിയ സലാഹിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, എന്തിനാ പിന്നെ അങ്ങോട്ട് അയച്ചത്? അനസ് മൗലവിക്ക് ഖുർആൻ ഓതാൻ അറിയായിട്ടാണോ എന്നെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയത്? എന്നിട്ട് കൂട്ടിക്കൊണ്ടുവന്ന് തിരിച്ചാക്കി തന്നത്? ആരാ പറയുന്നത്? സുബൈർ ഡോക്ടർ. സുബൈർ ഡോക്ടർ ഇത്രയും കൂടി പറഞ്ഞു, ഞാൻ ഇനി കുറച്ചും കൂടി പറയും. പലരെ പറ്റി എനിക്ക് പറയാണ്ട്. ഒരുപാട് മുജാഹിദീങ്ങൾ എന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഓലൊന്നും ഖുർആൻ ഓതാൻ അറിയാത്തവരൊന്നല്ല, ഹാഫിദീങ്ങൾ വരെ വന്നിട്ടുണ്ട്. ഞാൻ ഒരു മാസം കഴിഞ്ഞ് നാട്ടിൽ വരുന്നുണ്ട്, അനസ് മൗലവിനോട് പറഞ്ഞേക്ക് കേട്ടില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതെന്തോ ഒരു വലിയ ഭൂന്നാക്കിയിട്ട് സക്കരിയ സലാഹിനെ അങ്ങോട്ട് ഊതി പറപ്പിക്കാനുള്ള പരിപാടിയാണ്. അതൊന്നും നടക്കൂല. ഇപ്പൊ നമ്മളെ ജില്ലാ സെക്രട്ടറി ഉണ്ടല്ലോ ഇസ്ഹാഖ് അലി, മൂപ്പരിപ്പോ ഇതും പ്രചരിപ്പിച്ചിട്ടാണല്ലോ ഇപ്പൊ ജില്ലാ സെക്രട്ടറി ആയത്. മൂപ്പര് ഹജ്ജിന് പോയപ്പോ ഒരു ജിന്നിറക്കിയ കേസുണ്ട്. അതും കൂടി ഒന്ന് പറയാം. നമ്മുടെ ഒരു സഹോദരന്റെ ഉമ്മാക്ക് ഒരു പ്രശ്നം ഹജ്ജിന് പോയപ്പോ ഉണ്ടായതാ. അപ്പൊ എല്ലാവരും ഇങ്ങനെ നിസ്കരിക്കാൻ പോണിന്റെ അവിടെ തന്നെ ഇങ്ങനെ കടത്തിയിട്ട് ഒരു ടീം നിന്ന് ചികിത്സിക്കുക, ജിന്ന് ചികിത്സ. അതിലാരുണ്ട്? ബഹുമാനപ്പെട്ടു പോയ നമ്മുടെ ജില്ലാ സെക്രട്ടറി ഉണ്ട് ഇസ്ഹാഖ് അലി കല്ലിക്കണ്ടി. മൂപ്പരിങ്ങനെ പറയാ, ആരാണ് നീ? എന്തിനാണ് വന്നത്? പോകണം പോകണം. അപ്പൊ ഈ പെണ്ണിങ്ങനെ പറയാത്രേ, സുന്ദരിയായ പെണ്ണിനെ നോക്കി രസിക്കല്ലേ പറയുന്നത് ശൈത്താനാണ്. ബാക്കിയും പറഞ്ഞത് ഞാൻ പറയണില്ല. ഉറപ്പായി ഇത് ജിന്നാണ്. ആര്? ഇസ്ഹാഖ് അലി. ഹജ്ജിന് പോയ ആളുകൾ പറഞ്ഞതാ, തെളിവാണെങ്കിൽ നമ്മൾ ഹാജരാക്കും. ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് ഇസ്ഹാഖ് അലിനെ. കാരണം എന്താ അറിയോ, ശരീരത്തിൽ ജിന്ന് പ്രവേശിക്കും, ജിന്നുബാധ ഉണ്ട് എന്ന് എപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. അത്രയെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കും. ജമിയത്തുൽ ഉലമന്റെ ബുക്കിൽ അവിടേക്കെങ്കിലും എത്തിയല്ലോ. ജിന്ന് കയറും, ജിന്നുബാധ ഉണ്ടാവും, രോഗം ഉണ്ടാകും.
അവിടേക്കെങ്കിലും ജില്ലാ സെക്രട്ടറി ഒക്കെ എത്തിയല്ലോ, അതിനുവേണ്ടി ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇല്ലാത്ത വാദങ്ങൾ പറഞ്ഞിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ കുഴപ്പമുണ്ടാക്കിയിട്ട് അധികാരം പിടിക്കാൻ വേണ്ടി കള്ളപ്രചരണം നടത്തിയിട്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള മാറിയാബർക്ക് ജിന്നും സീറും ഒക്കെ, അല്ലാതെ ഇവർക്കതൊന്നും വിഷയമല്ല. ഇവർക്കെന്ത് ജിന്ന്, ഇവർക്കെന്ത് സീറ്? ഇവർക്കിപ്പോ ജിന്നും സീറും പറഞ്ഞിട്ട് ഇപ്പോ ഉളിക്കലുള്ളൊരു KNM നേതാവ്, ഒരു പ്രസിഡന്റ് പറഞ്ഞെന്താ അറിയോ, റസൂലുള്ളാഹിക്ക് സിഹിർ ബാധിക്കുമെന്ന് KNM പറയുകയാണെങ്കിൽ ആ KNM എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ആൾ ഇപ്പോഴും KNM തന്നെ. അയാൾക്കൊരു ഷോക്കോസ് നോട്ടീസും ഇല്ല. കണ്ടോ? എന്ന് മാത്രല്ല, സിഹിർ ബാധിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ഖദാ ഖദറിലെ വിശ്വാസത്തിനെതിരാണ് എന്ന് മിനിറ്റ്സ് എഴുതി വിളിക്കല്. എന്നിട്ട് TPക്ക് കൊണ്ടേ കൊടുത്തു. ഒരു ഷോക്കോസ് നോട്ടീസും ഇല്ല. കണ്ടകള്. അപ്പൊ ഇവർക്ക് ഇതൊന്നല്ല വിഷയം, ഇവരുടെ വിഷയം വേറെയാണ്. അതിന് മറയാക്കാന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. തെരഞ്ഞെടുപ്പിൽ നടന്ന കൃത്രിമങ്ങളൊന്നും ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. CD ടവറിലെ ഗ്രൂപ്പ് മീറ്റിംഗും KKPന്റെ ചാരപ്പണിയും പറഞ്ഞ് അനസും അനീഫയും ഇപ്പോ KKPയുടെ ലൈനിലെത്തി. പറയാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഇനി സുഹൃത്തുക്കളെ, ക്ലിപ്പ് കട്ടുമുറിക്കുക എന്നുള്ളത്, അനസ് മൗലവി സ്വന്തം ക്ലിപ്പ് കട്ടുമുറിക്കുക. എന്താ സംഭവം എന്നറിയോ? ഇപ്പൊ നമ്മളെ ഈ എല്ലായിടത്തും ഇപ്പൊ KNM വിശദീകരണം എന്നിട്ട് ആകെ ജിന്നും സീറും പറയാൻ പാടില്ല എന്ന് പണ്ട്. ഇപ്പൊ അതല്ലാത്തതൊന്നും പറയാൻ പാടില്ല എന്നാണ് ഇപ്പോഴത്തെ KNMന്റെ നിയമം. എപ്പോഴും മീറ്റിംഗ് കൂടിയാലും ജിന്നും സീറും, വേറൊരു പ്രബോധനമൊപ്പല്ല. അപ്പൊ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് നടക്കുമ്പോ ഒരു കുട്ടി ചോദ്യം ചോദിച്ച്, അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാണെന്ന് നിങ്ങൾ ഇപ്പോഴല്ലേ പറഞ്ഞത്? അന്ന് പറഞ്ഞില്ലല്ലോ. അത് 22 കാറ്റ് ശിർക്കാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ കേട്ടോ എന്നിട്ട് മൂപ്പര ക്ലിപ്പിന് ഇട്ടുകൊടുക്കുക. എന്താ സംഗതി അറിയോ? 22 കാരറ്റ് ശിർക്കാണ് ജബ്ബാർ മൗലവി എഴുതിയത് എന്ന് അലിമദനി പറയുന്ന ആണ്. അതിന് ആനസ് എതിർക്കുക. അത് 22 കാരറ്റ് ശിർക്കാണല്ലേ, എന്നാ പിടിച്ചോ ചെറിയ മുണ്ടത്തിന്റെ ബുക്ക് എന്നാ. അല്ല, അവിടെ കട്ട് ചെയ്തു. 22 കാരറ്റ് ശിർക്ക് അവിടെ കട്ട് ചെയ്തു. അത് ശിർക്കാണെങ്കിൽ ഇതാ അലിമദനി ചെറിയ മുണ്ടത്തിന് അപ്പുറത്തുണ്ട്, അത് കട്ട് ചെയ്തു. നോക്കിങ്ങൾ സ്വന്തം ക്ലിപ്പ് കട്ടുമുറിച്ച ആരാണ്ടത് പിന്നല്ലേ. ഒന്ന് കേൾപ്പിച്ചെടുക്കുക. ആദ്യം ആ കട്ട് മുറിച്ചൊന്ന് കേൾപ്പിച്ചെടുക്കും. അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇതല്ല ചോദിക്കണം അല്ലേ? ശിർക്കല്ലാത്തത് എവിടെ? ഞാൻ പറഞ്ഞു, എവിടെ പറഞ്ഞു? ഇസ്തിഖാമയിൽ പറഞ്ഞു. 2012 അതിനുശേഷത്തെ ഞാൻ വിധി പറയാൻ പറഞ്ഞത് അല്ലേ? കേട്ടോ? അവിടെ ഇരിക്കൂ, കേട്ടോളൂ. എന്നെ പറ്റി പറഞ്ഞ ആരും മറുപടി കേട്ടോളൂ. 2009 മാർച്ച് 25, 2009 മാർച്ച് 25 കേട്ടോളൂ. ശിർക്കാണ് ഇത്, ഇസ്ലാമല്ല, പ്രാർത്ഥന തൗഹീദ്. ചെറിയ മറുപടി പറയുന്നവർ പറയണം, വിശദീകരിക്കുന്നവർ വിശദീകരിക്കണം. എന്താ പറയുന്നത് കേട്ടോളൂ. വിജനപ്രദേശം ഞാൻ വ്യാഖ്യാനിക്കല്ല, വിജനമായ പ്രദേശം. ആ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള, അവിടെ ഉണ്ടായേക്കാൻ ഇടയുള്ളത് എന്താ? ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള, വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട്, അപ്പൊ ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ, ജിന്നുകൾക്കും മലക്കുകൾക്കും കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അത് പ്രാർത്ഥനയല്ല. അവ ജിന്നുകളോട് സഹായം തേടാം, ഇങ്ങനെ പ്രാർത്ഥിക്കാം എന്ന് ചെറിയ മുണ്ടം എഴുതിയത്, ശബാബിൽ എഴുതിയത് നിങ്ങൾ സമാനച്ച് ബുക്കാക്കി യുവതവിച്ച് കാശാക്കുന്നു. 22 ക്യാരറ്റ് ചെറുക്കല്ല, തീർന്നില്ല. അവിടെ എനിക്ക് 22 ക്യാരറ്റ് ചെറുക്ക് ജബ്ബാർ മൗലവി എഴുതിയത് ചെറിയ മുണ്ടം എഴുതി. എന്താ? വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളോ മലക്കുകളോ അവന്റെ ശബ്ദം കേൾക്കുമെന്ന് കരുതി സഹായം നേടിയാൽ അത് ശിർക്കാണോ ശിർക്കല്ലേ? എന്താണ് പറഞ്ഞത്? ശിർക്കാണോ ശിർക്കല്ലെന്നോ? എന്താ പറഞ്ഞത്? ശിർക്ക്. 22 ക്യാരറ്റ് ശിർക്ക്. അവിടെ ഇരിക്കുക, തീർന്നില്ല. അവിടെ ഇരിക്കുക, കൊത്തി വലിക്കുക. മൂപ്പര് പറഞ്ഞല്ലോ, ഒരു എര കിട്ടിയ കൊത്തി വലിക്കാൻ അറിയാം. അപ്പൊ മൂപ്പര് അതാ ചെയ്യണത്, കൊത്തി വലിക്കുക. അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് 22 ക്യാരറ്റ് ശിർക്ക് എന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അസിൽ ക്ലിപ്പ് ഒന്ന് കേട്ടോളി. കട്ടുമുറിച്ചതാ. എന്താ സംഭവം? അവരുടെ മൗലവി എഴുതിയെന്ന കണ്ണത് വെച്ച് പ്രായം ചെന്നൊരു മൗലവി അലിമദിന്റെ കുറച്ച് മുന്നോട്ട് അബ്ദുൽ ജബ്ബാർ മൗലവി ഇവിടെ പ്രാർത്ഥന തൗഹീദ് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ആ പുസ്തകം യുവത പ്രസിദ്ധീകരിച്ചത്, കഴിഞ്ഞ ഈ അടുത്ത് പ്രസിദ്ധീകരിച്ച ആ 22 കാരറ്റ് ശിർക്ക്. പിടിച്ചോ,
എന്താ പറയണത്? എവിടുന്നാ പഠിക്കുന്നത്? എന്താ ഇസ്ലാഹി പ്രസ്ഥാനം നിങ്ങൾക്ക് മനസ്സിലാക്കിയത്? അത് 22 കാറ്റ് ശിർക്കാണെങ്കിൽ, അത് 22 കാറ്റ് ശിർക്കാണെങ്കിൽ ഒത്തുനോക്കാൻ മലയാളം വായിക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ വരൂ, വായിച്ചു നോക്കൂ. ഇത് രണ്ടും ഒത്തു വായിച്ചു നോക്കൂ. എന്താ ഇതിനകത്തുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിലുള്ളത് 2 വട്ടം വായിച്ചല്ലോ, ഒന്നുകൂടി ഞാൻ വായിച്ചുതരാം. ഈ ഇസ്ലാഹിലുള്ളത് ഒന്നുകൂടി ഞാൻ വായിച്ചുതരാം. പത്രാധിക സമിതിക്ക് കേട്ടല്ലോ എന്താ ഇസ്ലാഹിലുള്ളത് കേട്ടോ. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ, പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, മനുഷ്യൻ, മലക്ക്, ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച്, പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായചട്ടം അതിലില്ല. ഇതാണ് ഇതിനകത്തുള്ള വാചകം. അത് 22 കാരറ്റ് ശിർക്ക് ആണ് എന്നാണ് കണ്ടുപിടിച്ചത്. നവയാഥാസ്ഥികത്വം എങ്കിൽ അത് 22 കാരറ്റ് ശിർക്ക് ആണ് എന്നാണ് കണ്ടുപിടിച്ചത്. നവയാഥാസ്ഥികത്വം യുവത പ്രസിദ്ധീകരിച്ചത് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ഷബാബിൽ എഴുതിയ ചോദ്യോത്തരങ്ങൾ സമാഹരിച്ച പുസ്തകം. ഈ പുസ്തകത്തിൽ പറഞ്ഞു കേട്ടോളൂ, കൃത്യമായി കേട്ടോളൂ. അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. ഒന്നുകൂടി കേട്ടോ, ഇത് ഇസ്ലാഹല്ല, പ്രാർത്ഥന തൗഹീദ്. ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി മറുപടി പറയുന്നവർ പറയണം, വിശദീകരിക്കുന്നവർ വിശദീകരിക്കണം. എന്താ പറഞ്ഞു കേട്ടോളൂ. വിജനപ്രദേശം ഞാൻ വ്യാഖ്യാനിക്കണില്ല, വിജനമായൊരു പ്രദേശം. ആ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ളത് എന്താ? ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള, വിജനപ്രദേശത്ത് ഉണ്ടാക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട്, അപ്പൊ ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ, ജിന്നുകൾക്കും മലക്കുകൾക്കും കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അത് പ്രാർത്ഥനയല്ല. അവ ജിന്നുകളോട് സഹായം തേടാം, നിങ്ങളുടെ ഭാഷ പ്രാർത്ഥിക്കാം എന്ന് ചെറിയ മുണ്ടം എഴുതിയത്, ഷബാബിൽ എഴുതിയത് നിങ്ങൾ സമാഹരിച്ച് ബുക്കാക്കി യുവത വിറ്റ് കാശാക്കുന്നു. 22 കാരറ്റ് ശിർക്ക്. ആ 22 കാരറ്റ് ശിർക്ക് എഴുതിയത് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി. ആരെയാ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അപ്പൊ മൂപ്പര് 22 കാരറ്റ് ശിർക്ക് എന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് തെളിയിക്കാൻ അപ്പെട്ടത്. പക്ഷെ അതിനപ്പുറം എന്താ പറഞ്ഞത്? അത് 22 കാരറ്റ് ശിർക്കാണെങ്കിൽ അത് നിങ്ങൾ എഴുതിയിട്ടുണ്ട് വടകൂരികളെ. സ്വന്തം ക്ലിപ്പ് കട്ട് ചെയ്യാ. പിന്നെ ഇപ്പൊ മറ്റുള്ളത്, ഇപ്പൊ എന്റെ അയ്യപ്പന്റെ പേരിലും പുഴ ചാടിയൊക്കെ കട്ട് ചെയ്തതിന്റെ ക്രൂരത എന്തുമാത്രം ക്രൂരമായാണ് കട്ട് ചെയ്തതെന്നറിയോ? ആകെപ്പുള്ള തെളിവതാ. മഞ്ചേരിയിൽ പറഞ്ഞ 1 ക്ലിപ്പും തൃശ്ശൂരിൽ പറഞ്ഞ 2 ക്ലിപ്പും പുറത്താക്കി 1 മാസം കഴിഞ്ഞിട്ട് തെളിവുണ്ടാക്കുക. കണ്ടോ നിങ്ങള്? അപ്പൊ സുഹൃത്തുക്കളെ, ഈ രീതിയിലേക്ക് പോയി ഇപ്പൊ പറഞ്ഞെന്തറിയോ? ചെറിയ മുണ്ടം പറഞ്ഞതും ശിർക്ക്, ജബ്ബാർ മൗലവി എഴുതിയതും ശിർക്ക്, ഞങ്ങൾ ഇത്ര കാലം പറഞ്ഞതും ശിർക്ക്, അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞതും ശിർക്ക്, മുജാഹിദ് വസ്താൻ ഇത്ര കാലം പറഞ്ഞതും ശിർക്ക്, ഒക്കെ തന്നെ ഞങ്ങള് തൗബ ചെയ്തിരിക്കുന്നു. അപ്പൊ ഷഹാദത്തിന്റെ ചെല്ലേണ്ടി വരും എല്ലാരും. കണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഈ ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനിയാണ് ഇന്നും നമ്മുടെ സ്നേഹസംവാദം മാസികയിലെ ചോദ്യോത്തരം കൈകാര്യം ചെയ്യുന്നത്. എം അക്ബർ സാഹിബിന് മനസ്സിലായിട്ടില്ലേ ഇയാൾ ശിർക്ക് പ്രചാരകനാണ്? അമുസ്ലിങ്ങൾക്ക് പോലും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന നിജോം ട്രൂത്തിന്റെ ഇറക്കുന്ന സ്നേഹസംവാദം മാസികയിലെ മുഫ്തിയാണ് ചെറിയ മുണ്ടം. ഈ ശിർക്ക് പ്രചാരകനായ ആളെയാണോ വെച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ചിന്തിക്കണം. മാത്രമല്ല, അബ്ദുറഹ്മാൻ സലഫി വരെ തൗബ ചെയ്തിട്ടുണ്ടോ? അയാൾ ആ പറഞ്ഞ നീണ്ട ക്ലിപ്പുള്ള ചിന്തയിൽ പ്രസംഗിച്ച CD പിൻവലിച്ചിട്ടുണ്ടോ? അയാൾ എവിടെ തൗബ ചെയ്തത്? തൗബ ചെയ്തിട്ടില്ലല്ലോ. ഇനി തൗബ ചെയ്താൽ തന്നെ അത് വിശദീകരിക്കണ്ടേ? പിന്നെ ചോദിക്കണം എന്തായോ, ഇങ്ങനെ ശിർക്കാകാത്തൊരു സഹായതായിട്ടുണ്ട് നിങ്ങൾ പറയുന്നല്ലോ, അതിന് ആയത്തുണ്ടോ ഹദീസുണ്ടോ? ശിർക്കാണ് എന്നുള്ളതിന് ആയത്ത് ഹദീസും വേണ്ടത്. ശിർക്കല്ല എന്നുള്ളതിന് എന്താ തെളിവ്? ശിർക്കല്ല എന്നുള്ളതന്നെ. ശിർക്കാണ് എന്നുള്ളതിന് തെളിവില്ല, അതുകൊണ്ട് ശിർക്കല്ല. മനസ്സിലായില്ലേ? ശിർക്കാണ് എന്ന് പറയുന്ന തെളിവ് കൊണ്ടിരുന്നത്. ശിർക്കല്ല എന്നുള്ള പ്രത്യേക തെളിവിന്റെ ആവശ്യമല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കാണ്. പിന്നെ എന്റെ പ്രബന്ധത്തിൽ മുജിദത്തിനെ നിഷേധിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒരു വാദം. അതെ, അനസ് മൗലവി അല്ല പറയേണ്ടത്. പ്രബന്ധം കൊടുത്തിട്ട് വർഷങ്ങൾ 4ആയി.
അന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പ്രബന്ധം കൊടുത്ത് എന്റെ പ്രബന്ധത്തെ കുറിച്ച് അതുമല്ല പ്രബന്ധത്തെ കുറിച്ച് പഠനം നടത്തിയിട്ട് AP, TP, മുഹിയദ്ദീൻ ഉമരി, ഐതീദ് തങ്ങള്, അതുപോലെ തന്നെ മദനി, ഇവര് അഞ്ചാള് കൂടി പഠനം നടത്തിയിട്ട് എന്നെ വിളിച്ചു. ഒരു ദിവസം വിളിച്ചു. സക്കരിയാന്റെ പ്രബന്ധമൊക്കെ ഞങ്ങൾ പഠിച്ചു, വായിച്ചു. വെറുതെ എന്തെങ്കിലും പറയല്ല, ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ഇതൊരു പ്രബോധന വിഷയമാക്കി കൊണ്ട് നടക്കരുത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് മുമ്പേ ഏറ്റതാണല്ലോ, ഞാൻ പ്രബോധന വിഷയം കൊണ്ടിറക്കി. എതിരാളികൾ പറയുമ്പോ മറുപടി പറയാൻ നിർബന്ധിയാണല്ലോ, ഞാനിതൊരു വിഷയമാക്കി കൊണ്ട് നടക്കുന്നില്ല. ശരി, ആ മുമ്പ് ഏറ്റത് അതിൽ ഉറച്ചു നിൽക്കണം, ഉറച്ചു നിൽക്കാം, അതാ ചർച്ച. പിന്നെ എന്റെ പ്രബന്ധത്തിന്റെ തെറ്റിന്റെ ആദ്യം പറഞ്ഞില്ല. ആകപ്പാടം എന്റെ പ്രബന്ധത്തെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോ AP പറഞ്ഞു, ഇതിപ്പോ എന്താ ഞങ്ങളോട് വാദപ്രതിയ നടത്താൻ വന്നിക്ക, ഞങ്ങൾ 4 ആള് ഒറ്റക്കാണ്. അതിന് ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. പിണങ്ങി പോരുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ ഞാൻ ഒന്നും ചോദിച്ചില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ TP പറഞ്ഞു, സക്കരിയ, ഈ ഇന്ന ഖൗമിത്തഖദു ആദൽ ഖുർആന മഹ്ജൂറ എന്ന ആയത്ത് സൂറത്തുൽ ഫുർഖാനിലുണ്ടല്ലോ. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയും, എന്റെ ഈ ജനത ഈ ഖുർആൻ ഒഴിച്ചിടപ്പെട്ടതാക്കിയല്ലോ. അതിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ കൊണ്ട് ശിഫ തേടാതിരിക്കുക, ഖുർആൻ ചികിത്സക്ക് രോഗശമനത്തിന് ഉപയോഗിക്കാതിരിക്കുക എന്നതും ഖുർആൻ ഒഴിവാക്കലാണ്. 5ാമത്തെ അഭിപ്രായമായി അദ്ദേഹം പറഞ്ഞു, ഖുർആൻ പഠിക്കാതിരിക്കല്, ഖുർആൻ ഓതാതിരിക്കല്, ഖുർആൻ കൊണ്ട് ഹിദായത്ത് സ്വീകരിക്കാതിരിക്കല്, അങ്ങനെയൊക്കെ പറഞ്ഞത് 5ാമത്തെ അഭിപ്രായം. സക്കരിയ 5ാമത്തെ അഭിപ്രായമല്ലോ എടുത്തു കൊടുത്തത്. ആ 1, 2, 3 ഒക്കെ അല്ലേ നമുക്ക് ജനങ്ങൾ അതിലേക്കല്ലേ നമ്മൾ ക്ഷണിക്കേണ്ടത്. ഞാൻ പറഞ്ഞു, അതിലേക്ക് അഭിപ്രായ വ്യത്യാസമല്ല, പ്രബന്ധവുമായി ബന്ധപ്പെട്ടത് 5ാമത്തതാണ്, അതുകൊണ്ട് അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ തർക്കിക്കാൻ വേണ്ടി പറഞ്ഞല്ല, TP അല്ല, സക്കരിയനോട് തർക്കിക്കാൻ പറഞ്ഞല്ല, നമ്മൾ അതിലേക്കാണ് ജനങ്ങളെ എത്തിക്കേണ്ടത്. ഈ ഒരു ചർച്ച മാത്രമേ നടന്നിട്ടുള്ളൂ. എന്നിട്ട് ഇപ്പൊ മെയ് 22 എന്നെ വിചാരണയ്ക്ക് വിളിച്ചപ്പോ സലഫി കുത്തി ചോദിച്ചു, ഇതാ യഅല ഇബ്നു മുറയുടെ ഹദീസിൽ 3 അത്ഭുതങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ? 1, ഒട്ടകത്തോട് റസൂൽ സംസാരിച്ചത്, മരങ്ങളോട് നീങ്ങി നിൽക്കാൻ പറഞ്ഞത്. ആ കൂട്ടത്തിൽ ഒരു പെണ്ണ് വന്നിട്ട്, എന്റെ ഈ കുട്ടിക്ക് ജിന്നുബാധയുണ്ട് നബിയെ, 7 വർഷമായിട്ട്. അപ്പൊ കുട്ടിയെ ഉയർത്തി കൊടുക്കാൻ പറഞ്ഞു. നബി കുട്ടിയെ ഒട്ടകക്കട്ടിലെടുത്തിട്ട് എന്ത് ചെയ്തു? കുട്ടിയെ അള്ളാന്റെ ശത്രു പുറത്തു പോ എന്ന് പറഞ്ഞിട്ട് വായിലേക്ക് നനവ് കലർത്തി ഒന്ന് ഊതി. സലഫി പറയാ ഊതി എന്നിട്ട് തുപ്പി എന്നാ പറയാ, ഈ റുക്കിയനെ കിട്ട് വെറുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ആരെങ്കിലും ഒരാളെ വായി തുറന്നിട്ട് റസൂൽ എന്നിട്ട് തുപ്പുവോ? അപ്പൊ തഫലാന്ന് റുക്കിയന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? നഫസും തഫലും ഊത്ത് തന്നെയാണ്. പക്ഷെ നഫസിന് ഉമിനീരിന്റെ അംശം കുറവായിരിക്കും, തഫലിന് കുറച്ച് കൂടുതലുണ്ടാവും. അല്ലാതെ തുപ്പി എന്നല്ല. ഇയാൾ റുക്കിയാന്ന് പറയും ചെയ്യും, ഇയാൾക്ക് മനസ്സിലോട്ട് റുക്കിയിട്ടില്ല. അപ്പൊ അത് വെറുപ്പിക്കാൻ വേണ്ടിട്ട് തുപ്പി എന്നാണ്. തുപ്പല്ല ചെയ്തത്, നനവ് കരത്തൂതി. അങ്ങനെ അള്ളാന്റെ ശത്രു പുറത്തു പോകുന്നു പറഞ്ഞു. കുട്ടിക്ക് സുഖമായി, കുട്ടിയെ തിരിച്ചു കൊടുത്തു. ഇതാ സംഭവം. അപ്പൊ അതിൽ ഒട്ടകത്തിന്റെ കാര്യത്തിലും മരത്തിന്റെ കാര്യത്തിലും മുഅ്ജിസത്ത് വളരെ ക്ലിയറാണ്. എന്നാൽ ഈ കുട്ടിക്ക് ജിന്നുബാധയാണെന്ന് തിരിച്ചറിഞ്ഞതും റുഖിയ ചെയ്ത് ജിന്നിനെ പുറത്താക്കിയതും മുഅ്ജിസത്തല്ല എന്ന് ഞാൻ എന്റെ പ്രബന്ധത്തിൽ എഴുതി. അപ്പൊ അതാ മുഅ്ജിസത്തിനെ നിഷേധിച്ചു. ഞാൻ നിഷേധിച്ചിട്ടില്ല, മുഅ്ജിസത്തുണ്ട്. പക്ഷെ നിങ്ങൾ ഈ പറയുന്നത് ഇത് 2 മുഅ്ജിസത്തല്ല. മുഅ്ജിസത്താണെങ്കിൽ നബിക്ക് മാത്രമേ ജിന്നുബാധ തിരിച്ചറിയൂ എന്നില്ല. ഉറപ്പിച്ചു പറയാൻ ഒരുപക്ഷെ നബിക്കേ സാധിക്കുള്ളൂ. ഉറപ്പിക്കേണ്ട ആവശ്യമില്ല. സംശയം തോന്നിയാൽ തന്നെ റുഖിയ നടത്താം. രോഗം എന്ന് പറഞ്ഞ ഒക്കെ നിഗമനാണ്. ഇപ്പൊ ഇവിടെ ഡോക്ടറെ അടുത്ത് ചെന്നാൽ കുറെ ചോദ്യം ചോദിക്കും. ചോദ്യം ചോദിച്ചിട്ട് ഞാനൊരു മരുന്ന് തരാം, ഞങ്ങളൊരു 3 ദിവസം കഴിച്ചിട്ട് നിങ്ങോട്ട് വരി. 3 ദിവസം ചെന്നിട്ട് വന്ന് ഒരു മാറ്റമില്ല, നമുക്ക് ഗുളിക എന്ന് മാറ്റാം. എന്താ ചെയ്തത്? ആദ്യം മൂപ്പര് നിഗമനത്തിലെത്തി. ആ നിഗമനത്തിനനുസരിച്ച് മരുന്ന് കൊടുത്തു. അപ്പൊ ആ നിഗമനം ശരി. അപ്പൊ അടുത്ത നിഗമനം ചിലപ്പോ 3-4 നിഗമനം കഴിഞ്ഞിട്ട് ഇത് എന്നെ കൊണ്ടാലും നിങ്ങൾ വേറെ എവിടെയും പോയിക്കോളിയാതി. ഈ രോഗം ക്ലിയർ ചെയ്യൽ അങ്ങനെ തന്നെയാണ്, അധികം നിഗമനം തന്നെയാണ്, അത് ഉറപ്പ് കിട്ടിയിട്ടൊന്നുമല്ല. അതുപോലെ തന്നെ ഇതിന്റെ കാര്യം അതുകൊണ്ട് ഉറപ്പ് വേണമെന്നില്ല. ആ പെണ്ണ് വന്നിട്ട് എന്താ പറഞ്ഞത്? എന്റെ ഈ കുട്ടിക്ക് ജിന്നുബാധയുണ്ട്. അപ്പൊ ഇപ്പൊ പറയുന്നത് എന്താ? വഹിയുള്ള ആൾക്ക് അത് പറയാൻ പറ്റുള്ളൂ. അത് പുത്തൻവാദമാണ്. നമ്മളിലൊരു ക്ലിപ്പുണ്ട് ഇവിടെ ചോദിച്ചത്. സാൽവേഷനിൽ ചോദിച്ചു സലഫിയോട്, ജിന്ന് മനുഷ്യരൂപം പ്രാപിച്ചു വന്ന നമ്മൾ എങ്ങനെ മനസ്സിലാക്കാൻ? മൂപ്പർ പറയാണ്, ഇരട്ട കുട്ടികളെ സ്ഥിരമായി കാണുമ്പോ ഞമ്മക്ക് മനസ്സിലാകുമല്ലോ. അപ്പൊ നമ്മളവിടെ ഇരട്ടക്കുട്ടി ഉണ്ട്, ഒന്ന് അഹമ്മദും ഒന്ന് മുഹമ്മദും. അപ്പൊ ഇത് ഏതാ അഹമ്മദ് ഏതാ മുഹമ്മദ് എന്നും കാണുന്നവർക്ക് തിരിയും. മറ്റുള്ളവർ അഹമ്മദിനെ കണ്ട മുഹമ്മദ, മുഹമ്മദിനെ കണ്ട അഹമ്മദാണ് എന്നതുപോലെ. ടിൻസ് ക്ലിപ്പോടെ ഉണ്ടോ? മുത്തോ കിട്ടുമോ? അത് നമുക്ക് സംഘടിപ്പിക്കാൻ അവിടെ ഉണ്ട്, ഫോൾഡറിലുണ്ട്.
അപ്പൊ പറഞ്ഞെന്താ, ടിൻസിനെ തിരിയും പോലെ നമുക്ക് തിരിയും. ഇപ്പൊ പറയുന്നു വഹയ് വേണം. ഇയാളെ മാറ്റങ്ങൾ എത്രയോ, ഇയാളെ ജിദ്ദാസിഡി മുതൽക്ക് ഇങ്ങനെയാണ് പരിശോധിച്ച. ആദ്യം പറഞ്ഞു ഉഖ്റുജ് അദുവല്ലാഹ് മാത്രമേ പറയാവൂ, വേറെ വാക്ക് പറയാൻ പാടില്ല. അള്ളാന്റെ ശത്രു പുറത്തു പോന്ന് മാത്രമേ പറയാവൂ, വേറെ ഒന്നും പറയാൻ പാടില്ല. എന്നാൽ പിന്നെ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞെന്താ അറിയോ, അതും പറയാൻ പാടില്ല, ഓതാൻ മാത്രമേ പാടുള്ളൂ. ഇതേതാ ബുക്ക് എന്നറിയങ്ങള്? ഹുസൈൻ മടവൂരിനെതിരിൽ ഇയാള് ഗൾഫിൽ കൊടുത്തിട്ടുള്ള ബുക്കാ. സുബൈർ മങ്കടി അബ്ദുറഹ്മാൻ സലഫി കൂടി ചെയ്യാറാക്കിയിട്ട് ഇയാള് സെലഫി അല്ല, ഇയാൾ വന്നാൽ പിരിവ് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇയാൾ തുറാസിന്റെ ഓഫീസിലും സൗദിയിലൊക്കെ കൊണ്ടേ കൊടുത്തതാ. ഇതിൽ ഇയാള് ഹുസൈൻ മടവൂരിനെതിരെ കുറ്റപത്രം. എന്താ കുറ്റപത്രം എന്നറിയോ? നല്ലോണം ശ്രദ്ധിച്ചോളി. ഇതാ മംലക്കയിലുള്ള, അതായത് സൗദി അറേബ്യയിലെ സലഫി പണ്ഡിതന്മാരെ ഹുസൈൻ അവഹേളിക്കുന്നു. അതിന് തെളിവ് പറയാ. ഒന്നെന്താന്നറിയോ? ഇതാ യുൻകിറു ദുഖൂലൽ ജിന്നി ഫിൽ ഇൻസി, ജിന്ന് മനുഷ്യത്തിൽ പ്രവേശിക്കുമെന്നതിന് ഹുസൈൻ മടവൂർ നിഷേധിക്കുന്നു. വയസ്ഖറു ഫീ ദാലിക മിനൽ വാലിദ് ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്, ആ കാര്യത്തിൽ ഇബ്നു ബാസിനെ ഇയാൾ പരിഹസിക്കുന്നു. എന്നിട്ട് അതിന് തെളിവ് കൊടുത്താൽ എന്താണെന്നറിയങ്ങള്? അതാ രസം. MI സുല്ലമിന്റെ പുസ്തകത്തിലുള്ള ഒരു സാധനം, ഇന്ത്യൻ ജിന്ന് ഇസ്ലാമിലേക്ക്. 1987 ഏപ്രിൽ മാസത്തിൽ സൗദി പത്രങ്ങളെല്ലാം പ്രാധാന്യപൂർവ്വം ഒരു വാർത്ത അച്ചടിച്ചു വന്നു. സൗദി യുവതിയിൽ അധിനിവേശിച്ചിരുന്ന ബുദ്ധമതക്കാരനും ഇന്ത്യൻ വംശജനുമായ ജിന്നിന്റെ ഇസ്ലാമിക ആശ്ലേഷണത്തെ കുറിച്ചായിരുന്നു അത്. ജിന്നുബാധയ്ക്ക് ചികിത്സ നടത്തുകയും ജിന്നുകളുമായി സംഭാഷണം നടത്തുകയും ജിന്നുകളെ ഇറക്കുകയും ചെയ്യുന്ന പല ശേഖന്മാരും സൗദി അറേബ്യയിലുണ്ട്. നമ്മുടെ പാറാൽ കോളേജിന്റെ പ്രിൻസിപ്പാൾ MI സുല്ലം എഴുതിയ ബുക്കാ, മടവൂരി പണ്ഡിത സഭയുടെ വൈസ് പ്രസിഡന്റ്. അവരിൽ പേര് കേട്ട ഒരാളാണ് റിയാദിലെ അബ്ദുല്ലാഹി ഇബ്നു മുഅരിഫ് അൽ അംരി. അദ്ദേഹത്തിന്റെ അടുക്കലാണ് ജിന്നുബാധയുള്ള യുവതിയെ ആദ്യം ഹാജരാക്കിയത്. ജിന്നുമായി സംസാരിച്ച അദ്ദേഹം പിന്നീട് ജിന്നുബാധുള്ള സ്ത്രീയോടൊപ്പം പ്രമുഖ പണ്ഡിതനായ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ സന്നിധിയിലെത്തി. അവിടെ വെച്ച് ജിന്ന് മുസ്ലിം ആവുകയും ഷെയ്ഖ് ഇബ്നു ബാസിന്റെ നിർദ്ദേശാനുസരണം സ്ത്രീയെ വിട്ടുപോവുകയും ചെയ്തു അത്രേ. വാർത്ത കേൾക്കേണ്ട താമസം ഷെയ്ഖ് അലി തന്താവിനെ വിമർശിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കി. ഇതാണ് സംഭവം. അപ്പൊ ഒരു പെണ്ണിന്റെ മേത്ത് ജിന്ന് കൂടി. ആ ജിന്നിനെ ഇറക്കണ ആഴത്ത് ചെന്നപ്പോ അത് ബുദ്ധമത ജിന്നാണ് എന്ന് പറഞ്ഞു. അപ്പൊ മുസ്ലിം ആകാൻ തയ്യാറായി. അപ്പൊ പെണ്ണിനെ കുട്ടി ഇബ്നു ബാസിന്റെ അടുത്ത് പോയി. അങ്ങനെ ഇബ്നു ബാസിന്റെ അടുത്ത് നിന്ന് ആ പെണ്ണിന്റെ ശരീരത്തിൽ കയറിയ ബുദ്ധമതാനിയായ ജിന്ന് ഇസ്ലാം മതം സ്വീകരിച്ചു. ഇത് തെളിവ് കൊടുക്കുകയാണ് അബ്ദുറഹ്മാൻ സലഫി. ഇതൊന്നും നമ്മളെ ഹുസൈൻ അംഗീകരിക്കില്ല കേട്ടോ, അവൻ സലഫി അല്ല. ഇയാൾ അംഗീകരിക്കുവോ? ഇയാളൊപ്പമുള്ള ഡോക്ടർ മുഹമ്മദ് അംഗീകരിക്കുവോ? ഹംസ ബാക്കവി അംഗീകരിക്കുവോ? അബ്ദുറസാഖ് ബാക്കവി അംഗീകരിക്കുവോ? KV അംഗീകരിക്കുവോ? അപ്പൊ മറ്റൊരാളെ കുറ്റം പറയുമ്പോഴൊക്കെ പറയാ. ഇവിടെ ഇപ്പൊ എന്തൊക്കെ ഇബ്നു ബാസ് ചെയ്തത്? ജിന്നിനോട് സംസാരിച്ചു, ജമിയത്തുമ്മ പറഞ്ഞനുസരിച്ച് മഹാപാപ ശിർക്കാ ചെയ്തത്. ജിന്നോട് സംസാരിച്ച് മാത്രല്ല പിന്നീട് നിർദ്ദേശം കൊടുത്തു. ജിന്ന് പറയുന്നത് വിശ്വസിച്ചു. ഞാൻ ബുദ്ധമതിയാനിയായി എന്ന് പറഞ്ഞത് ആര് വിശ്വസിച്ചു? അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ വിശ്വസിച്ചാൽ അത് ജ്യോത്സ്യന്മാരെ വാക്ക് വിശ്വസിക്കുന്ന പോലെ എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ജമിയത്തിന്റെ ഫത്വയിൽപ്പുള്ളത്. അപ്പൊ 5 തെറ്റ്, 4 or 5 തെറ്റ് ഇബ്നു ബാസ് ചെയ്തു എന്നാ. എന്നിട്ട് അതാണ് ഇപ്പൊ തെളിവ് കൊടുത്തത്. ഇത് മാത്രമല്ല, ഒരു രസം കൂടി ഞാൻ കൂടി കേട്ടിട്ട് കേൾക്ക് പോകാം. ഇയാൾ പറയാണ്, വഫി മസ്അലത്തിൽ ജിന്നി ഐലൻ യസ്ഖറു മിന ശൈഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ. ജിന്നിന്റെ വിഷയത്തിൽ ഹുസൈൻ മടവൂർ സാലിഹ് അൽ ഉസൈമീൻ എന്ന അറബി പണ്ഡിതനെ പരിഹസിക്കുന്നു. അതിനെന്താ തെളിവ്? അതും MI സുല്ലമിന്റെ ബുക്കനാണ്. ജിന്നും മനുഷ്യനും തമ്മിൽ ലൈംഗിക ബന്ധം, ജിന്ന് മനുഷ്യ സ്ത്രീകളെ പ്രേമിക്കുകയും അതുപോലും അവരെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യാനിടയുണ്ട് എന്ന് വാദിക്കുന്ന ഗൾഫ് സലഫികൾ. മനുഷ്യരും ജിന്നുകളും തമ്മിൽ ലൈംഗിക വീഴ്ച ഉണ്ടാകാമെന്നും പറയുന്നു. ഒരു ചോദ്യവും അതിനുള്ള ഉത്തരവും നോക്കുക. അതൊക്കെ MI സുല്ലമിന്റെ ബുക്ക് ഞാൻ വായിക്കട്ടോ. ഞാൻ അബ്ദുറഹ്മാൻ സലഫി തെളിവ് കൊടുത്തതാ. ഹുസൈൻ മടവൂരും കൂട്ടരും ഇതിനെ നിഷേധിക്കുന്ന തെളിവ് എന്താണ്? ഒരു ജിന്നിന് മനുഷ്യ സ്ത്രീയെ കീഴ്പ്പെടുത്തി അവരുമായി ബന്ധപ്പെടാൻ കഴിയുമോ? ഒരു പുരുഷന് പെൺജിന്നുമായി സമ്പർക്കത്തിലേർപ്പെടാൻ കഴിയുമോ? ഉത്തരം അപ്രകാരം സാധിക്കുന്ന പണ്ഡിതർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പോലും അംഗീകരിക്കാത്ത കാര്യമാണ്. എന്നിട്ട് എന്താക്കി? അത് ഹുസൈൻ മടവൂർ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പർക്ക് കുറ്റം. ആലോചിച്ച് നോക്കി നിങ്ങള്, ഇങ്ങനുണ്ടോ? എന്നിട്ട് അതിന്റെ അടിയില് നല്ല ജിന്നുകളോട് സഹായം തേടാമോ? ഹാലുറും ആകണ്ട, അടുത്തും ആകണ്ട, ഒന്നും പ്രശ്നമല്ല. നല്ല ജിന്നുകളോട് അവർക്ക് സാധിക്കുന്ന കാര്യങ്ങളിൽ സഹായം തേടുന്നതിന് വിരോധമില്ലെന്നാണ് ഗൾഫ് സലഫി പണ്ഡിതിൽ പ്രമുഖനായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ ഫത്വ നൽകിയിട്ടുള്ളത്. അദ്ദേഹം തന്റെ മുഖാമുഖ ചർച്ചയിൽ ഒരു ചോദ്യത്തിന് നൽകിയ മറുപടി കാണുക. ചോദ്യം: ചിലർ ജിന്നുകളോട് സഹായം തേടുന്നു, ആ ജിന്ന് ഉത്തമനാണെന്നും ഖുർആൻ മനഃപ്പാഠമാക്കിയവനുമാണെന്നൊക്കെ അയാൾ പറയുന്നു. എങ്ങനെയാണ് നാം നല്ല ജിന്നുകളെ തിരിച്ചറിയുക? ഉത്തരം: ഒരു മനുഷ്യനെ അയാളുടെ വാഹനത്തിന്റെ കാര്യത്തിൽ നീ സഹായിക്കുക,
അയാളെ ഭാരം ചുമന്നു കൊടുക്കുന്നു വിറയ്ക്കുന്ന ധർമ്മമാണ് എന്ന് നബി അരുളിയിട്ടുണ്ട്. അഥവാ ഒരു സിട്ടിയോട് അവന് ചെയ്യാൻ കഴിയുന്ന കാര്യത്തിൽ സഹായം തേടാം, അതിൽ യാതൊരു കുറ്റവുമില്ല. ഇത് ഉസൈമിന്റെ ഫത്വയാണ്. ഇത് എടുത്തു കൊടുക്കുകയാണ്. ഇത് ഉസൈം അടവർ അംഗീകരിക്കുന്നില്ല. ഇയാൾ അംഗീകരിക്കുമോ? മുദ്രമ സെൽഫി അംഗീകരിക്കോ? നോക്കണം നിങ്ങൾ. അപ്പൊ ചുത്ത കാപട്യമാണ് ഇത് മുഴുവനും. ഇവർക്ക് ഇതൊന്നല്ല വിഷയം, ഇവരുടെ വിഷയം വേറെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം, തിരിച്ചറിയണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഖുർആനിലും സഹിയായ ഹദീസിലുള്ള നമ്മൾ സ്വീകരിക്കുള്ളൂ. ഒരു കാര്യത്തിലും ഒരു ജിന്നിനോട് സഹായം ചോദിക്കാൻ പാടില്ല. അതാണ് നമ്മൾ പറയുന്നത്. അള്ളാഹുവോട് മാത്രം ചോദിക്കുന്ന കാര്യമാണോ അത് ശിർക്കാണ്. വൈദ്യശേഖയെ രക്ഷിക്കണേ, ബദരീകളെ കാക്കണേ എന്നതുപോലെ ജിന്നയെ കാക്കണേ എന്ന് പറഞ്ഞ ശിർക്കാണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും സഹായം ചോദിക്കാൻ നമുക്ക് ആർക്കും വാദമില്ല. ഇല്ലാത്ത വാദമുണ്ടെന്ന് സ്ഥാപിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആശയ പ്രതിസന്ധി ഉണ്ടെന്ന് വരുത്തി തീർത്ത് അധികാര കസേരകൾ ഉറപ്പിച്ചു നിർത്താൻ ഈ മൂവർ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളക്കളികൾ നിങ്ങൾ തിരിച്ചറിയണം. അതിന്റെ കേന്ദ്രം കണ്ണൂർ ജില്ലയാണ്. അത് നിങ്ങൾ തിരിച്ചറിയണം. എല്ലാ ഗ്രൂപ്പുകളുടെയും കേന്ദ്രം കണ്ണൂർ ജില്ലയാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോ സുൽഫീക്കർ വരെ ലേഖനം എഴുതി തുടങ്ങി വിചിന്തനത്തില്. എന്താ ലേഖനം എന്നറിയോ? പിന്നെ ഭൗതികം അഭൗതികം ഗായിബ് എന്നൊക്കെ പറഞ്ഞിട്ട് കൈവിൽപ്പെട്ടത് കയ്യിൽപ്പെടാത്തൊക്കെ പറഞ്ഞ് വസുവാസുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ആരുണ്ടാക്കണത്? നിങ്ങളെ ഈ മൂവർ സംഘം ഉണ്ടാക്കിയത്. ഇവിടെ ഒരു വസുവാസം ഉണ്ടായിരുന്നില്ല. മാത്രല്ല ഇപ്പൊ പറഞ്ഞെന്താ അറിയോ? ജിന്നുകളോട് സഹായം തേടാമെന്ന് കൊണ്ടുവരുന്ന എന്തിനാറിയോ? റുഖിയ നടത്തുമ്പോ, ജിന്ന് ചികിത്സ നടത്തുമ്പോ ജിന്നിനോട് സഹായം തേടാം എന്ന് വാദിക്കാനാണ് ഇത് കൊണ്ടുവരുന്നത് എന്ന്. അപ്പൊ ഇവർക്ക് റുഖിയ തകർക്കലാ ഉദ്ദേശം. അതിനുവേണ്ടി അത് കൊണ്ടുവരാം. ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. റുഖിയ നടത്തുമ്പോ ജിന്നുകളോട് സഹായം തേടാമെന്ന് പറഞ്ഞിട്ടില്ല, പാടില്ല എന്നാ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിതൊന്നും പറയാത്ത വാദങ്ങളാ. ചില ആൾ ചോദിക്കാണ്, മുസ്ലിം ചിഹ്ന കാഫിർ ചിഹ്ന ഞമ്മക്ക് എങ്ങനെ അറിയാം? ഞമ്മക്കത് അറിയേണ്ട ആവശ്യം എന്താ? സഹായം ചോദിക്കാതെ വാദിക്കണവർക്കല്ലേ അത് അറിയേണ്ടത്. നമുക്കത് അറിയേണ്ടതുണ്ടോ? ഒന്നും ചോദിക്കാൻ പാടില്ല അറിഞ്ഞ ഹാദറോ അല്ലെങ്കിൽ മുസ്ലിമോ കാഫറോ ഞമ്മക്കറിയേണ്ട പ്രശ്നമല്ല. റസൂലോ സഹാബത്തോ അങ്ങനെ ഒരു കാര്യത്തിലും ഒരു ജിന്നിന്റെയും ഒരു മലക്കിന്റെയും സഹായം സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ജിന്നും മലക്കുമൊക്കെ നമ്മളെ സംബന്ധിച്ചതും സഹായം ചോദിക്കാൻ അല്ലാഹു നിശ്ചയിച്ചതല്ല. മലക്കുകൾ അള്ളാഹുവിന്റെ നിയമം അനുസരിച്ച് നമുക്ക് സഹായം ചെയ്യുന്നുണ്ടാകാം. ജിന്നുകളിൽപ്പെട്ട കാഫിറുകളെ, ശൈത്താന്മാരെ സത്യനിഷേധികൾക്ക് അല്ലാഹു സഹായികളാക്കി വെച്ചിട്ടുണ്ടെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മുസ്ലിമീങ്ങൾക്ക് മുസ്ലിം ജിന്നുകളെ സഹായികളാക്കി വെച്ചിട്ടുണ്ടെന്നോ നിങ്ങൾ അവർക്ക് സഹായം ചോദിക്കാമെന്നോ റസൂൽ പറഞ്ഞിട്ടില്ല. റസൂലും സഹാബത്തും മാതൃക കാണിച്ചിട്ടുമില്ല. ഇവർ തന്നെ ജമിയത്ത് കൊടുത്ത പ്രബന്ധത്തിൽ അനീഫും ഫൈസൽ ഹുസൈനും കൊടുത്തെന്താ? ജിന്നിനോടുള്ള സഹായദാട്ടത്തെ കുറിച്ച് ഹറാമാണെന്ന സാലിയാനി ശേഖന്റെ ഫത്വയെ കൊടുത്തത്. ശിർക്കാണെന്ന ഫത്വ കുറെ കൊടുത്ത് ഹറാമാണെന്ന അവസാനം കൊടുത്ത്. കണ്ടോ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ശിർക്കാവുന്നതും ശിർക്കാവാത്തതുമായ സഹായതട്ടം ഉണ്ടെന്ന് മുജാഹിദുകൾ പണ്ട് അംഗീകരിച്ചു വന്ന കാര്യമാണ്. മുസ്ലിം ലോകം ഒന്നിച്ച് അംഗീകരിച്ച കാര്യമാണ്. പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഒരു തർക്കം ഇവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇല്ലാത്ത ഒരു മസ്അല ഊതി വീർപ്പിച്ച് ഒരു കള്ള ഹദീസിന്റെ പേരും പറഞ്ഞ് നമ്മൾ ഇവിടെ ഫിത്തന ഉണ്ടാക്കുന്നു എന്നാണ് ഇവര് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹദീസ് ദുർബലമാണ്. കള്ള ഹദീസ് എന്ന് പറഞ്ഞാൽ കെട്ടിണ്ടാക്കിയ ഹദീസ് എന്നാണ്. അങ്ങനെ അതിനെപ്പറ്റി പറഞ്ഞുകൂടാ. കാരണം ഇബ്നു അബ്ബാസിലേക്ക് എത്തുന്ന പരമ്പര സഹീഹാണ്, പക്ഷെ നബി വരെ എത്തുന്നില്ല. അപ്പൊ ഇബ്നു അബ്ബാസിന്റെ ഖൗലായിട്ടെങ്കിലും അത് ആളുകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായി? ഇബ്നു അബ്ബാസ് ശിർക്ക് പ്രചരിപ്പിച്ചു എന്നിടത്തേക്കാണ് എത്തുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇമാമികൾ മുഴുവനും ശിർക്ക് പ്രചരിപ്പിച്ചവരും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുതൽ ഇന്നോളമുള്ള സലഫി പണ്ഡിതന്മാരൊക്കെ ശിർക്ക് പ്രചാരകരുമാണെന്ന് വരുത്തി തീർക്കുന്നത് വമ്പിച്ച അപകടമാണ്. നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. ശിർക്കാകാത്ത ഒരു കാര്യം, ശിർക്കാണെന്ന് വ്യക്തമായി തെളിയാത്ത ഒരു കാര്യം ശിർക്കാണെന്ന് പറഞ്ഞാൽ അതിന്റെ കുറ്റം നമ്മൾ പേറേണ്ടി വരും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വളരെ സൂക്ഷിക്കണം. നമ്മൾ ഈ കച്ചറയും ഈ പറഞ്ഞ കള്ളപ്രചരണങ്ങളുമൊക്കെ തിരിച്ചറിയാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സത്യവിശ്വാസികളായി ജീവിക്കുവാൻ, സത്യവിശ്വാസത്തോടൊപ്പം നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കണം. സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ പരലോകത്തിന്റെ വിഷയമാണ്. ഇത് നമ്മുടെ ദുനിയാവിന്റെ വിഷയമല്ല. നമുക്ക് ഓരോരുത്തർക്കും മരണാനന്തരം സ്വർഗം കിട്ടണോ നരകം കിട്ടണോ, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണോ വേണ്ടയോ, അതാണ് ഈ പ്രശ്നത്തിന്റെ മർമ്മം. നമ്മള് മനസ്സീന് ശരിക്ക് പഠിക്കുകയും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും
കൂട്ടാതെ കുറക്കാതെ സലഫ് സാലിഹുകൾ എങ്ങനെ ഈ ദീനിനെ മനസ്സിലാക്കിയോ അതുപോലെ മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രമേ അൽ ഫിർഖത്തുൻ നാജിയ, രക്ഷപ്പെട്ട കക്ഷി എന്ന ആ പരലോകത്ത് രക്ഷപ്പെടുന്ന കക്ഷിയിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി നാം ആത്മാർത്ഥമായി അധ്വാനിക്കണം. അതിനുവേണ്ടി നാം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കണം. കള്ളപ്രചരണങ്ങളെയും കുപ്രചരണങ്ങളെയും നാം തിരിച്ചറിയണം. അവരുടെ ദുരുദ്ദേശങ്ങളെ നാം മനസ്സിലാക്കണം. സംഘടനാ ചാനൽ ഉപയോഗിച്ചുകൊണ്ട് മുജാഹിദ് പ്രവർത്തകർക്കെതിരിൽ ശിർക്ക് ആരോപിക്കാൻ മെനക്കെട്ട് വരുന്നവരുടെ ദുഷ്ടലാക്ക് മനസ്സിലാക്കി നാം പ്രതികരിക്കണം. അല്ലാത്ത പക്ഷം ഈ സംഘടനയും ഈ ആദർശവും നശിച്ചു പോകും. ഈ ആദർശ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ഈ ഗൂഢസംഘത്തെ നിങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നവരാരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ദീനിനെ കൂട്ടാതെ കുറക്കാതെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും സംഭവിച്ചു പോയിട്ട് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മാഹിയിലുള്ള ഒരു സഹോദരന്റെ ഭാര്യ മസ്കത്തിലെ ഹോസ്പിറ്റലിൽ ICUവിൽ ചികിത്സയിലാണ്. പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവർക്ക് വേഗം രോഗം ശിഫിയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിക്കുകയും രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അവൻ നമ്മെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കുവാനും സത്യത്തിന്റെ കൂടെ നിൽക്കുവാനും അസത്യത്തെ അസത്യമായി തിരിച്ചറിഞ്ഞ് പരിത്യജിക്കുവാനും റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖന ഇത്തിബാഅ വഅരിനൽ ബാതില ബാതിലൻ വർസുഖന ഇജ്തിനാബ. അല്ലാഹുമ്മ ഖസിം ലനാ من خشيتك ما تحول به بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصائب الدنيا. اللهم متعنا بأسماعنا وأبصارنا وقواتنا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا. اللهم لا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يخافك ولا يرحمنا يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على رسولنا المصطفى محمد وعلى آله وصحبه وسلم وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.